ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ട്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പന്നികളിൽ ചെന്നിട്ട് കൂട്ടം കടും ദുഃഖത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പൂട്ടി ചത്തു. അവ ഏകദേശം 2000 പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാൺമാൻ പലരും പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൽ വന്നു. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതക്രിസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതക്രിസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്നവനോട് അപേക്ഷിച്ചു. യേശു അവനോട്, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ നീ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഒക്കെയും ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവ് ആരും ക്ഷണിക്കാതെ ഗദരദേശത്തേക്ക് പോവുകയാണ്. ഈ ഗദരദേശം യോർദാന്റെ കിഴക്കുള്ള സ്ഥലമാണ്. ഗിലെയാദ് ദേശം എന്നൊക്കെ പറയും. ആ സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ 40 വർഷം താമസിച്ച ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ അവര് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ മോശ അതിനു മുമ്പ് ഉറ്റുനോക്കാൻ ആളുകളെ അയച്ചിരുന്നു. അവരുടെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ മോശയോട് ഈ 3 ഗോത്രക്കാര്, രൂബേൻ ഗോത്രം, ഗാദ് ഗോത്രം, മനശ്ശയുടെ പാതി ഗോത്രം, അവര് പറഞ്ഞു, ഞങ്ങളെ യോർദാന്റെ അക്കരെ കൊണ്ടുപോകരുത്. അതിന്റെ കിഴക്ക് ഭാഗത്ത് ധാരാളം പുൽമേടുകളുണ്ട്. ഞങ്ങളുടെ കന്നുകാലികൾക്ക് അത് പറ്റിയതാണ്, ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറയുന്നത് യോർദാന്റെ അക്കരെയാണ്. പക്ഷെ അവര് വിചാരിച്ചു ഇതായിരിക്കും മെച്ചമെന്ന്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് തരണം. അങ്ങനെ അവർക്കിത് നൽകാനിടയായി. പ്രിയപ്പെട്ടവരെ, ബോർഡറിൽ താമസിക്കുക എന്നുള്ളത് അപകടം പിടിച്ച ഒരു കാര്യമാണ്. ചുറ്റുമുള്ള ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. അതൊന്നും ഇവർ ചിന്തിച്ചില്ല. ഇവർ കന്നുകാലികളെ മാത്രമേ ഓർത്തുള്ളൂ. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ കന്നുകാലിയൊക്കെ ചത്തു. പിന്നെ അവര് പന്നിയെ കൃഷി ചെയ്യുന്നവരായി. യഹൂദന്മാരെ സംബന്ധിച്ച് പന്നി വളർത്താൻ പാടില്ല. പന്നിയുടെ മാംസം തിന്നാൻ പാടില്ല. അത് യാഗത്തിന് കൊള്ളുന്നതല്ല, അശുദ്ധ മൃഗമാണ്. പക്ഷേ അവര് അതിനൊന്നും നോക്കാതെ പന്നി വളർത്ത് തുടങ്ങി. അപ്പൊ എന്തു സംഭവിച്ചു? പലർക്കും ഭ്രാന്തുണ്ടാകാനിടയായി. സുബോധം നഷ്ടപ്പെട്ടു. ദൈവം അവരെ ഉപേക്ഷിച്ചു. അവിടേക്കാണ് യേശു ചെല്ലുന്നത്. ദൈവം ശപിച്ച ആളുകളെ, ദൈവം ഉപേക്ഷിച്ച ആളുകളെ അവരുടെ ശാപം മാറ്റി അനുഗ്രഹിക്കാൻ യേശു വരികയാണ്. യേശു ഗദരനാട്ടിൽ പടക് കയറി വന്ന ഉടനെ കല്ലറകളിൽ പാർത്തിരുന്ന ഒരു ഭൂതഗ്രസ്തൻ, അവൻ നാട്ടിലെ ഒരു പേടി സ്വപ്നമാണ്. എപ്പോഴും അലറി വിളിച്ച് നടക്കുകയാണ്. ആർക്കും അവനെ ഒതുക്കാൻ കഴിയുന്നില്ല. എന്നെ ഉപദ്രവിക്കരുത്,
നീ ദൈവത്തിന്റെ പുത്രനാണ്, മഹോന്നതനായ ദൈവപുത്രനാണെന്ന് ഞാൻ അറിയുന്നു. ശരിയാണ്, പിശാചിന് യേശുവിനെ അറിയാം, അത്ര പോലും മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. യാക്കോബിൽ ലേഖനത്തിൽ വായിക്കുന്നത് പിശാച് ദൈവത്തെ അറിയുകയും ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നെന്നാണ്. ആ ലഗ്യോൻ ബാധിച്ചവൻ പറഞ്ഞു, എന്നെ ഈ പന്നിക്കൂട്ടങ്ങളിലേക്ക് അയച്ചാൽ ഞാൻ ആ പന്നികളോടുകൂടെ താമസിച്ചു കൊള്ളാം. പന്നികളിലേക്ക് അയച്ചു. ആ പന്നികൾ കടും ദുഃഖത്തോടെ കടലിലേക്ക് ചാകാനിടയായി. വാസ്തവത്തിൽ ഇതൊരു മുന്നറിയിപ്പാണ്. കാരണം ഇസ്രായേൽ മക്കൾ കന്നുകാലികളെ സ്നേഹിച്ചുകൊണ്ട് ഗിലെയാദ് ദേശത്ത് വന്നു പാർത്തു. ആ സ്ഥലത്ത് പിന്നെ പന്നിക്കൃഷിയായി. അതുകൊണ്ട് ആ ദൈവം അവരിൽ പലരെയും ഭൂതബാധിതരാക്കി, അല്ലെങ്കിൽ സുബോധമില്ലാത്തവരാക്കി മാറ്റിയത്. ഇപ്പോ കർത്താവ് ശാസിച്ച് ആ പന്നികളെ കടലിലേക്ക് പോകാനായിട്ടിടയാക്കി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വചനവിരുദ്ധമായത് ചെയ്യരുത് എന്നുള്ളതായിരുന്നു ദൈവം ഉദ്ദേശിച്ചത്. പക്ഷെ അവര് വന്നിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ അതിര് വിട്ടു പോകണം. ഇത് തന്നെയാണ് നസറത്തുകാരും യേശുവിനെ തലകീഴായി തള്ളിയിട്ട് കൊല്ലാനായിട്ട് ഒരുങ്ങി. യെരുശലേംകാരും അങ്ങനെ തന്നെയാണ്. ശമര്യക്കാരൊരിക്കൽ പറഞ്ഞു, നീ ഞങ്ങളുടെ ഇങ്ങോട്ട് വരണ്ട. യോഹന്നാൻ സുവിശേഷം 1:11 വായിക്കുന്ന, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായി അവനെ കൈക്കൊണ്ടില്ല എന്നാണ്. പക്ഷേ ഈ ഭൂതബാധിതനായിരുന്നവൻ ആരോ അവന് തുണി കൊടുത്തു, അവനത് ഉടുത്തു. അവൻ ചോദിക്കുകയാണ്, ഞാനും കൂടെ പോരട്ടെ, ഞാനും പാട്ടുപാടാം, ഞാനും പ്രാർത്ഥിക്കാം, ഞാനും സുവിശേഷം പറയാം, ഞാനും സാക്ഷിക്കാം. യേശു പറഞ്ഞു, വേണ്ട, നിന്നെക്കുറിച്ച് ഏറ്റവും അടുത്ത് അറിയാവുന്നത് നിന്റെ വീട്ടുകാർക്കാണ്. നീ പോയിട്ട് നിന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുക. നമ്മൾ വായിക്കുന്നത്, അവൻ പോയിട്ട് വീട്ടിൽ മാത്രമല്ല തെക്കപ്പൊലി നാടെങ്ങും യേശു ചെയ്തത് അറിയിക്കാനിടയായി. കേട്ടവർ ആശ്ചര്യപ്പെട്ട് യേശുവിനെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭൂതക്രിസ്തൻ ആസന്ന മരണനായിരുന്നു. അവന് തന്നെത്താൻ ചതച്ച് ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നവനായിരുന്നു. ഇന്ന് പല യുവാക്കളും അങ്ങനെയാണല്ലോ, മദ്യവും മയക്കുമരുന്നും കഴിച്ച് തന്നെത്താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും, പ്രയോജനപ്പെടുത്താൻ യേശുവിന് കഴിയും. യേശുവിനെ അനുവദിക്കുമോ? നമുക്ക് നാം തന്നെ രക്ഷകരായി തീരരുത്. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഭക്തി കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ നേർച്ച കാഴ്ച കൊണ്ട്, നമ്മളുടെ നല്ല തീരുമാന ശക്തി കൊണ്ട് നമുക്ക് നല്ലവരാകാൻ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. നമുക്ക് രക്ഷകരല്ല, രക്ഷകൻ യേശുവാണ്. യേശുവിനെ അനുവദിക്കുക. ഈ മനുഷ്യൻ യേശുവിനെ അനുവദിച്ചു, യേശു അവനെ രക്ഷിച്ചു. അവൻ നിമിത്തം അവന്റെ വീട്, നാട് അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഓരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.